ടീം ബാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 97/2024 മലയാളത്തിലുള്ള ക്വസ്റ്റ്യനകത്ത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനുള്ള അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഭരണഘടനയിലെ 15 വകുപ്പുകൾ 36 വകുപ്പ് മുതൽ 51 വകുപ്പ് വരെയാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റി സംസാരിക്കുന്നത്. നിർദ്ദേശക തത്വത്തിന്റെ ആശയം കടമെടുത്തിരിക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ശരിയാണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഐഡിയ നമ്മൾ കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങളിലെ 45 നിർദ്ദേശക തത്വങ്ങളെ 45 എന്ന് പറയുന്ന രാജ്യം നടപ്പിലാക്കി. അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യം അത് രാജ്യത്ത് നടപ്പിലാക്കി. ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദങ്ങളല്ല, ജസ്റ്റിഷ്യബിൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടത്തി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോർട്ടിൽ പരാതി കൊടുക്കാനായിട്ട് പറ്റില്ല. സോ ജസ്റ്റിഷ്യബിൾ അല്ല. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായ, തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ആൻസർ ഇല്ല. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്? അല്ല, രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമല്ല. ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്? അല്ല, ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് പാർലമെന്റിലെ അംഗമല്ല. ആരാണോ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അദ്ദേഹം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. അതായത് രാജ്യസഭ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന അതേ സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാനായി മാറുകയാണ് ചെയ്തത്. ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. എന്താ പറയുക, അതൊരു നമ്മുടെ ക്ലാസിക്കലായിട്ട് നോക്കുവാണെങ്കിൽ വീറ്റോ അധികാരങ്ങളൊന്നുമില്ല. പ്രധാനമായിട്ട് വീറ്റോ അധികാരമുള്ളത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും ഗവർണറിനും ഒക്കെയാണ് പ്രധാനമായിട്ട് വീറ്റോ അധികാരങ്ങളുള്ളത്. ഇല്ല. ഉപരാഷ്ട്രപതി ആവാൻ 30 വയസ്സ് തിരഞ്ഞെടുക്കണം? അല്ല, ഉപരാഷ്ട്രപതി ആവാനായിട്ട് 35 വയസ്സ് തിരഞ്ഞെടുക്കണം. സോ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകൾ തെറ്റാണ്. ശരിയായ പ്രസ്താവനകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 21ാമത്തെ ചോദ്യത്തിനും നമുക്ക് ആൻസറുകൾ ഇല്ല. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്, 6 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും പൊതുവായ കടമയാണ്. 6 മുതൽ 18 വയസ്സ് വരെയല്ല, 6 മുതൽ 14 വയസ്സ് വരെയാണ്. ഓക്കെ, 6 to 14 years ഓഫ് ആണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ പറ്റി പറയുന്നത്. ദെൻ എന്താണ്? അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക, അതെന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ശാസ്ത്രബോധവും സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിറ്റി ആൻഡ് സയന്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുക ആവശ്യമാണ്. ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുക, പ്രൊട്ടക്ട് ദ നേഷൻ ആൻഡ് പ്രൊവൈഡ് ദ സർവീസ് ടു ദ നേഷൻ വെൻ എവർ ഇറ്റ് ഈസ് റിക്വയർഡ്. അതായത് എപ്പോഴും ആവശ്യമുള്ളത് അപ്പോൾ നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ബൈൻഡ് ടു ആണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ മാത്രമാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഇവ. ശരിയായ പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെയാണ് മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏതെങ്കിലും ഒരു ആഭ്യന്തര മന്ത്രാലയം ഉണ്ടെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ ഒരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. അതായത് ആഭ്യന്തര മന്ത്രാലയം ഫുള്ളി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ്. ആ ക്യാബിനറ്റ് മിനിസ്റ്ററെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റൊരു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് ശരിയാണ്. എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, നമ്മൾ ആഭ്യന്തരമായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിരോധമായിക്കോട്ടെ വിദേശകാര്യമായിക്കോട്ടെ, അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. അവരുടെ സ്വതന്ത്ര ചുമതല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ സഹമന്ത്രിമാരുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം നമുക്ക് ആകെയുള്ളത് ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ട്. അതായത് ക്യാബിനറ്റ് റാങ്ക് ഇല്ല, പക്ഷെ ഒരു വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുണ്ട്. ആണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് എന്ന് പറയുന്നത്. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ശരിയാണ്. നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്ററും അമിത്ഷാ എന്ന് പറയുന്ന ഹോം മിനിസ്റ്ററാണ്. രണ്ടും ക്യാബിനറ്റ് മിനിസ്റ്ററുകൾ ആണ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളവരാണ് സഹമന്ത്രിമാർ? അല്ല, ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ളവരാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 24, ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. വി ഗിരി, ആർ വെങ്കിട്ടരാമൻ, ജഗ്ദീപ് ധൻകർ,
മുഹമ്മദ് ഹമീദ് അൻസാരി. സോ നമ്മളിവിടെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ജഗദീപ് ധൻകർ. അപ്പം ഏറ്റവും അവസാനം വരേണ്ടത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 അവസാനമായിട്ട് വരാത്ത ബാക്കി 2 ഓപ്ഷൻസ് നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. അതിന് മുമ്പ് വരുന്നതെന്ന് പറയുന്നത് വെങ്കയ്യ നായിഡു ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഉണ്ടായിരുന്നത് മുഹമ്മദ് ഹമീദ് അൻസാരി. UPA ഗവൺമെന്റ് സമയത്ത് ഉപരാഷ്ട്രപതി ആയിരുന്നത് മുഹമ്മദ് ഹമീദ് അൻസാരിയാണ്. സോ അതിന് മുമ്പ് വരുന്നത് 4 ആണ്. അപ്പം 3 മുമ്പ് 4. ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ VV ഗിരിയും R വെങ്കിട്ടരാമനും. VV ഗിരിയും R വെങ്കിട്ടരാമനും നോക്കുമ്പോൾ ഒത്തിരി നാൾ മുമ്പേ ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് VV ഗിരി. VV ഗിരി പിന്നീട് നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറി. സോ ഒന്നാമത്തെ VV ഗിരി, പിന്നെ രണ്ടാമത് R വെങ്കിട്ടരാമൻ, മൂന്നാമത് മുഹമ്മദ് ഹമീദ് അൻസാരി, നാലാമത് ജഗദീപ് ധൻകർ. ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, ഹേബിയസ് ചേരുമ്പടി ചേർക്കുക. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, ക്യൂവോ വാറണ്ടോ. ഹേബിയസ് കോർപ്പസ്, ഫോർ എക്സാമ്പിൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരാളെ അനധികൃതമായിട്ട് തടവിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ബോഡി ഹാജര്, പ്രസന്റ് ദ ബോഡി ഹാജരാക്കുക എന്ന് പറയപ്പെടുന്ന എന്താ പറയുക റിട്ട് ജൂറിസ്ഡിക്ഷനിൽ പെടുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. സോ ഒന്നിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കുക 2 ആണ്. ഒന്നെന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, പ്രോഹിബിഷൻ. പ്രോഹിബിഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആക്ടിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 3 എന്ന് പറയുന്നത് 3 തന്നെയാണ്. 3ന്റെ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 തന്നെയാണ്. സോ ഓപ്ഷൻ ബിയും നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യൂവോ വാറണ്ടോ. വാട്ട് ഈസ് ക്യൂവോ വാറണ്ടോ? ക്യൂവോ വാറണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ റൈറ്റ് ടു ഡു ദാറ്റ്, എന്താണ് നിങ്ങളുടെ അത് ചെയ്യാനുള്ള അധികാരം എന്ന് ചോദിക്കുന്നുണ്ട് ക്യൂവോ വാറണ്ടോ എന്ന് പറയുന്നത്. ദെൻ മാൻഡമസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പബ്ലിക് ഒഫീഷ്യലിനോട് ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്, കോർട്ട് ആവശ്യപ്പെടുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ദാറ്റ് കംസ് അണ്ടർ യു ആർ ഫോഴ്സ് ടു ഡു ഇറ്റ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. സോ 2 എന്ന് പറയുന്നത് 4 ആണ്. 3 എന്ന് പറയുന്നത് പ്രോഹിബിഷൻ എന്ന് പറയുന്നത് 3 തന്നെ. 4 എന്ന് പറയുന്നത് 1, 1 എന്ന് പറയുന്നത് 3. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 5 റിട്ട് ജൂറിസ്ഡിക്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റിന് കീഴിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ, ഐക്യരാഷ്ട്ര ശരിയായ പ്രസ്താവനകൾ ഇവ. 1, ഐക്യരാഷ്ട്രസഭയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. അതായത് ഒബ്സർവേറ്ററി സ്റ്റാറ്റസ് ഉള്ള 2 രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾ എന്ന് പറയുന്നത് 1 ഹോളി സീ എന്ന് പറയുന്ന വത്തിക്കാനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് പാലസ്തീനുമാണ്. സ്റ്റേറ്റ് ഓഫ് പാലസ്തീനും ഹോളി സീനുമാണ് ഒബ്സർവേഷൻ സ്റ്റാറ്റസ് ഉള്ളത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ്. ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അനൻ ഘാനക്കാരനായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. യുനെസ്കോയുടെ എന്ന് പറയുന്നത് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റുകളൊക്കെ പ്രഖ്യാപിക്കുന്ന യുനെസ്കോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസ് ആണ്. 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. സോ ഓപ്ഷൻ ഡി 1, 2, 3, 4 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 27, എന്താണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്. ഓക്കെ, അപ്പം 27ന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. നെക്സ്റ്റ് വൺ 28, താഴെ തന്നിരിക്കുന്നവയിൽ അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസ്, കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സർവീസ്, ദെൻ സ്റ്റേറ്റ് സർവീസ്, സംസ്ഥാന സർവീസ് എങ്ങനെ തരംതിരിക്കാം? തന്നിരിക്കുന്നത് ഇന്ത്യൻ തപാൽ സർവീസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സർവീസ് ആണ്, കേന്ദ്ര സർവീസ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ സർവീസ് ആണ്. റെയിൽവേ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ സർവീസ് ആണ്. ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ സർവീസ് ആണ്. വിൽപ്പന നികുതിയുമായി ബന്ധപ്പെട്ട് സെയിൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സോ അതെന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സർവീസ് ആണ്. ബേസിക്കലി ഓൾ ഇന്ത്യ സർവീസുകൾ 3 ഉള്ളത്. ഒന്ന് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വരും, ഇന്ത്യൻ പോലീസ് സർവീസ് വരും, അതുപോലെ ഓൾ ഇന്ത്യ സർവീസിനകത്ത് വരുന്ന മറ്റൊരു സർവീസാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അപ്പോൾ നമ്മുടെ അടുത്ത ആൻസർ എന്ന് പറയുന്നത് സംസ്ഥാന സർവീസ് വിൽപ്പന നികുതി കറക്റ്റ് ആണ്. അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് ശരിയാണ്. കേന്ദ്ര സർവീസ് ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ സർവീസ് ശരിയാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകളേവ. തന്നിരിക്കുന്നതിൽ റോങ് സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 11ാം പട്ടിക ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ശരിയാണ്. 73 എന്ന് പറയുന്ന പഞ്ചായത്ത് രാജ് സിസ്റ്റം, റിട്ടയർഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് 11ാമത്തെ ഷെഡ്യൂളിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 74 എന്ന് പറയുന്ന 12ാമത്തെ ഷെഡ്യൂളിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് സീറ്റുകൾ സംവരണം ചെയ്തു, ശരിയാണ്. 73ാം
ഭേദഗതി ആ 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990-ലാണ്. അല്ല, 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1992-ലാണ്. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 എന്ന് പറയുന്നത് തെറ്റാണ്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ഭേദഗതി വന്നത്. ശരിയാണ്, 1990 മുതൽ 1996 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് പി വി നരസിംഹറാവു ആണ്. 91 മുതൽ 96 വരെ പി വി നരസിംഹറാവു ആണ്. സോ ആ സമയത്താണ് ഈ ഭരണഘടനാ ഭേദഗതി വന്നത്. സോ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 മാത്രമാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏവ? 1987 മുതൽ 1991 വരെയുള്ള കെ നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ ചന്ദ്രശേഖരൻ. ശരിയാണ്, 1987 മുതൽ 91 കെ നായനാർ മിനിസ്ട്രി ആയിരുന്നു. അപ്പോഴത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കെ ചന്ദ്രശേഖരൻ ആയിരുന്നു. കറക്റ്റാണ്. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരി. ആ ഉത്തരവും ശരിയാണ്. 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി കെ അബ്ദുൾ. അതും ശരിയാണ്. പട്ടം താണുപിള്ള മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആർ ശങ്കളാണ് കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി. അല്ല, പട്ടം താണുപിള്ള മിനിസ്ട്രിയിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് പി പി ഉമ്മർ കോയയാണ്. പി പി ഉമ്മർ കോയയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1, 2, 3 എന്നീ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകളായ ലാൻഡ് റിഫോംസ് ആക്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ നിയമത്തെ തുടക്കം കുറിച്ചത് EMS നമ്പൂതിരിപ്പാട്. അതെ, ഈ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയായുള്ള EMS നമ്പൂതിരിപ്പാടിന്റെ മിനിസ്ട്രിയാണ് ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നത്. ശരിയാണ്. 1957 കേരള ഒഴിപ്പിക്കൽ നിരോധന നിയമം നടപ്പിലാക്കി. ശരിയാണ്. അടുത്തതെന്ന് പറയുന്നത് ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഭൂപരിഷ്കരണ നിയമം 1959 ജൂൺ മാസം 10 കേരള നിയമസഭ പാസാക്കി. അതും ശരിയാണ്. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കുന്നതിന് നടത്തിയ സമരമാണ് കള്ളിക്കാട്ട് സമരം. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റുകൾ ശരി, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റുമാണ്. സോ 31ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ. കറക്റ്റാണ്. അതായത് നാച്ചുറൽ റിസോഴ്സസ് കളക്ഷൻ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് മൃഗപരിപാലനം. അതുകൊണ്ടാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ കന്നുകാലി ഷെഡുകൾ അല്ലെങ്കിൽ ആടിന്റെ ഷെഡുകളൊക്കെ നിർമ്മിക്കാനായിട്ടുള്ള പെർമിഷൻസ് കിട്ടുന്നത്. കറക്റ്റാണ്. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ഫോർ എക്സാമ്പിൾ റോഡ് നിർമ്മാണം, ഓട നിർമ്മാണം, റോഡുകളുടെ പുനരുദ്ധാനം, ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന ഏത് വർക്കുകൾ വേണമെങ്കിലും നരേഗ സ്കീമിന്റെ കീഴിൽ വരാവുന്നതാണ്. സോ 4 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയായ ഉത്തരവെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ചേരുംപടി ചേർക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്ന ഭരണഘടനയുടെ 280-ാം വകുപ്പിലാണ്. ദെൻ ഹൈക്കോടതിയുടെ റിട്ടധികാരത്തെ പറ്റി സംസാരിക്കുന്നത് 226-ാമത്തെ വകുപ്പിനകത്താണ്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 300, കാരണം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആദ്യം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ആ ഫണ്ടമെന്റൽ റൈറ്റ് റിമൂവ് ചെയ്തതിനു ശേഷം അതൊരു ഭരണഘടനാ അധികാരം, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ട് മാറി. ആർട്ടിക്കിൾ 300A രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട് ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ പറ്റി സംസാരിക്കുന്നത് 61-ാമത്തെ വകുപ്പിൽ ആണ്. സോ 1, 2 ആണ്. 1, 2, 2, 3, 1, 2, 2, 3, പിന്നെ 3, 4, മൂന്നാമത്തെ ഇംപീച്ച്മെന്റ് 4-ാമത്തേലാണ്. 4, 1 ഹൈക്കോടതി റിട്ട് അധികാരം ആർട്ടിക്കിൾ 226. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. ക്ലിയർ? അപ്പോൾ ഈ ചോദ്യപേപ്പറിനകത്ത് ഇന്ത്യൻ പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം കൂടി മറക്കാതെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റിന്റെ ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.